ഭഗവാന്റെ പാദചരണങ്ങളിൽ നമുക്ക് സേവനം ചെയ്യാൻ കിട്ടുന്നത് അല്ലേ? എന്താ പേര് പറ? ശ്യാമളേച്ചി. ഇവിടെ തന്നെയാ വീട്? ഭഗവാന്റെ പേര് തന്നെ ഉണ്ടാവണം പണി കഴിയുമ്പല്ലോ. അമ്മേന്റെ പേരെന്താ? ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മിക്കുട്ടി. ഇപ്പം പണിക്ക് പോക്കണ്ട പുറത്ത്? പണിക്ക് സുഖമില്ലാണ്ടായിന് കുറെ. ഇപ്പം ഒരു 2 ആഴ്ചയായിട്ടൊക്കെ കുട്ടിന്റെ എല്ലാം കാലിലെ വേദന എന്തെല്ലോ ആയിപ്പോയിന്, വയറ്റിലെല്ലാം എന്തെല്ലോ. അതെ, ആ ഒന്നും പേടിക്കൊന്നും വേണ്ട, എല്ലാം ശരിയാവും കേട്ടാ. എന്താ പേര് അമ്മേന്റെ? സുശീല. ഇവിടെ തന്നെ വീട് അല്ലേ? എല്ലാരും ഒപ്പം തന്നെ ഉണ്ടാവണം. പറ. ജാനകി അല്ലേ? പേര് പറ. ശാരദ. പ്രസിഡന്റാ? പറ. അനിത. പറ. രാധ അല്ലേ? നിങ്ങളോ? ജാനകി. പേര് പറ അമ്മേ. എന്താ പേര്? കമലാക്ഷി. എന്റെ പേര് ഭവാനി. നാരായണൻ. അല്ല, അപ്പൊ നിങ്ങളെ ആരെയും പരിചയപ്പെടുത്തില്ലല്ലോ. മേൽശാന്തി ആരാ? മേൽശാന്തി കൃഷ്ണൻ നമ്പൂതിരി. തന്ത്രിയോ? തന്ത്രി തരണനല്ലൂർ ഉണ്ണി നമ്പൂതിരി. ഉണ്ണിയേട്ടനാ. പിന്നെ അതുപോലെ ഇവിടെ വാദ്യം ഉണ്ടായിരുന്നു? വാദ്യം ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. അതേ ആരായിരുന്നു അത്? അത് വാദ്യം കൃഷ്ണൻ മാരാറ് അല്ലേ? പിന്നെ കഴകം സന്തോഷം എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. അവർ പോയതിനു ശേഷം പിന്നെ അടിച്ചുകളി ഒരു ഭാർഗവി ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൽ മാരാറോ ആരോപന മാരാറ് കൃഷ്ണാട്ടൻ തന്നെയാ. പിന്നെ വാദ്യം, പിന്നെ അതുപോലെ തന്നെ ക്ഷേത്ര നൈവേദ്യാലയത്തിനുള്ളിൽ തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവും അല്ലേ? മുമ്പിട്ടോ? ക്ഷേത്രത്തിന്റെ അകത്ത് തന്നെ ആയിരുന്നു ഉണ്ടായത് അല്ലേ? ഇറങ്ങിയിട്ടുള്ളത്. എന്തായാലും നിങ്ങളെ കണക്ക് പ്രകാരം എത്ര ഇതുകൊണ്ട് തീർക്കാൻ പറ്റും നിങ്ങളെ ധാരണ? ഉദ്ദേശിക്കുന്ന എത്രയാണ്? തന്ത്രി സമയം തന്നിരിക്കുന്ന ശ്രീകോവില് നമസ്കാര മണ്ഡപം കെട്ടാൻ വേണ്ടിയിട്ട് 5 വർഷത്തെ സമയം നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മള് എങ്ങനെ ഇപ്പൊ എത്ര, ഒരു കൊല്ലായില്ലേ? ഒരു കൊല്ലം നമ്മൾ വെറുതെ പോയി ഇതിനെ പറ്റിയിട്ടുള്ളതുകൊണ്ട് ഇത് പൊളിച്ച് നിരപ്പാക്കി പുതുതായിട്ട് ക്ഷേത്രത്തിന് കുറ്റിയടിക്കണം. എന്നിട്ടാണ് നമ്മൾ മോട്ടക്കല്ല് വെക്കുന്ന പരിപാടി നമ്മൾ തുടങ്ങി. അതെ, അതപ്പോ ഞാനും വന്നിരിക്കുന്ന അതാണ്. നിങ്ങൾ വേഗം ഉള്ളിൽ ഇനി ഒരുപാട് വൃത്തിയാക്കാനുണ്ട്. എല്ലാം വൃത്തിയാക്കിയിട്ട് പ്ലാറ്റ്ഫോം ഒന്ന് ക്ലിയർ ആക്കിത്താ. ഇതെല്ലാം പൊളിക്കണ്ടേ? എല്ലാം പൊളിക്കണം. എല്ലാം പൊളിച്ച് ഒരു മൈതാനം പോലെ തന്നെ ആക്കി എടുക്കേണ്ടി വരും. കുറ്റി അടിക്കേണ്ടി വരും. അതെ, അത് ഭൂമി പൂജ ചെയ്ത് ഭൂമി പൂജ ചെയ്ത് അതിന് ശേഷം മാത്രം ചെയ്യേണ്ടത്. അപ്പം എന്തായാലും അതിന്റെ ആചാര്യന്മാരെല്ലാം അതിനുള്ള വഴി ഉണ്ടാക്കിയത്. ആരെ കുറ്റിക്കാരനാരാന്ന്? കുറ്റിക്കാരൻ നമ്മളിവിടെ കുഞ്ഞുമംഗലൂരിലെ ബാലൻ മേലാശാരി. ആളെങ്ങനെ? നമ്മുടെ സ്വർണ്ണ പ്രശ്നത്തില് അയാളെ തെളിഞ്ഞത് അല്ലേ? അതല്ല, ഭഗവാൻ ഇതിലേ ഞാനായിക്കോട്ടെ നിങ്ങളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ഭഗവാൻ ബിയായിക്കാണ്ട് ഒരാൾക്ക് പോലും ഇവിടെ കയറാനോ വരാനോ കഴിയില്ല. ഒരഭ്യാസം കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ നടക്കൂല. എറണാകുളത്തിലെ വലിയ വലിയ നമ്പൂരിമാരൊക്കെ വന്നിട്ടുണ്ട്. അതുമല്ല, ഇതെന്ന് വെച്ചാൽ ഈ ഭഗവാനെ കാണാൻ എന്താ പറയുക, രാജകൊട്ടാരത്തിൽ നിന്ന് പോലും ആളെത്തുന്ന പറഞ്ഞു. എൻ്റെ വാക്കുകൾ ഓർത്ത് വെച്ചോ. അതായത് രാജകൊട്ടാരത്തിൽ നിന്ന് പോലും, അതെ, രാജകൊട്ടാരത്തിൽ നിന്ന് പോലും, രാജകൊട്ടാരം എന്ന് പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, രാജകൊട്ടാരത്തിൽ നിന്ന് പോലും ആള് ഭഗവാനെ തേടി എത്തും, കാണ്ടി വരും. കാരണം അവസാന ക്ഷേത്രത്തിൻ്റെ ഒരു കാവക്കാരനല്ലേ. ഒന്നിലും കുറേ കാലം ആ പാദത്തിൽ ഇരുന്നിട്ട് സേവനം ചെയ്തല്ലേ, കുറേ ശവം വലിച്ചിട്ടും കത്തിച്ചിട്ടും അവിടെ ഇരുന്ന് ജയിച്ചിട്ടും എല്ലാം ഇരുന്ന ഒരാളല്ലേ. അപ്പം അങ്ങനത്തെ ഒരാൾ നിങ്ങളെ ഈ ക്ഷേത്രത്തിലേക്ക് വരുവാന്ന് വെച്ചാൽ ഭൂതനാഥനെ കാണിക്കൽ അദ്ദേഹം ക്ഷണിക്കാണ്ട് ഒരിക്കലും വരാൻ കഴിയില്ല. അപ്പം നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ചെയ്യാൻ പറ്റും. തളർന്നു പോകരുത്. തളർത്താൻ പല രൂപത്തിലും പല ആളും വരും. അതൊന്നും നിങ്ങൾ മനസ്സിൽ കൊടുക്കണ്ട. ഇനി പൊളിച്ചത് അവതായി പോയെന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. മനസ്സിലായോ? അപ്പം നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിക്കോ. ബാക്കിയെല്ലാം പിന്നാലെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഓരോ ആൾക്കാർ ഇനിയിപ്പോൾ ഇവിടെ സഹായത്തിനായിട്ട് ഒരാൾ എത്തിപ്പെട്ട്, ഈ വീഡിയോ കാണുന്ന കൂട്ടറുണ്ടെങ്കിൽ സഹായത്തിന് എത്തിപ്പെട്ടിട്ട്, ഇനി നിങ്ങൾക്ക് പിന്നെ ചുറ്റമ്പലത്തിൻ്റെ കെട്ടിക്കൊടുക്കാൻ ആളുണ്ടെങ്കിൽ അത്രയും സന്തോഷം അല്ലേ. ഇനി മരത്തിൻ്റെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ശ്രീകോവിലിന് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ചുമര് വരെ കിട്ടിയാൽ മതി, ബാക്കി അങ്ങോട്ട് എങ്ങനെ കാര്യമായിക്കോളും. അത് തറ മുതൽ ചുമര് വരെ കിട്ടിയാൽ മതി, ബാക്കി അങ്ങോട്ട് മോന്തായത്തിലേക്ക് അങ്ങോട്ടേക്ക് അവർ ചെയ്തോളും. അപ്പം ആദ്യം ശ്രീകോവില നമുക്ക് അത്യാവശ്യം. 5 കൊല്ലമാണ് തന്ത്രി പറഞ്ഞിട്ടുള്ളത്. 5 കൊല്ലം ആക്കരുത്, അതിന് മുമ്പിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഞാനടക്കം ഇവിടെ വന്നിട്ട് ഇത്രയും ഭഗവാന്റെ മുന്നിൽ നിന്നിട്ട് ഇത്ര സമയം അല്ലേ മെനക്കെട്ട് നിന്ന് പറയാൻ കാരണം നിങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ്. ശിവോഹം. സാവിത്രി. എന്താ പേര്? പവിത്ര. സുജാത. എന്നാ അമ്മേൻ്റെ പേര്? ശാന്ത. എന്നാ മോളെ പേര്? എന്നാ മോളെ പേര്? സുജ. വാ ഇങ്ങ് വാ. പേരും പ്രശ്നമല്ല. നിങ്ങൾ ഇത് കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇനി എവിടെ എടുക്കാൻ കഴിയുക നോക്ക് നിങ്ങൾ. എന്നാ സീന് ഈ ആകാശം എങ്ങനെയാണുള്ളത്? കണ്ടാ
ഒന്നുകൂടെ എടുത്തു തന്നാലും ഞാൻ ഒന്നുകൂടെ അതെടുക്കാം. ഇത് അഗ്രശാലയാണ്. ഇത് അഗ്രശാലയാണ് കേട്ടോ. ഭാവിയിൽ നമുക്ക് ഇവിടെ അന്നദാനം കൊടുക്കുമായിരിക്കും പോവാ അല്ലേ? Thank you.